പോസ്റ്റ് മാർക്കോ റിലീസ് എത്രത്തോണ്ട് ബ്ലഡ് സ്ക്രീനിൽ കാണിക്കാം, ഇങ്ങനെ നായകന്മാർ വയലൻസ് കാണിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ രാത്രി 9 to 10 മണി ടി വിയിൽ കുറ്റപത്രം 2.5 മണിക്കൂർ AC ഭയങ്കര ഓവറാണ്. ക്രഞ്ച് ഒലിപ്പിച്ചിട്ടൊക്കെയാണെങ്കിൽ അങ്ങ് തള്ളയാണ്. കണ്ടോണ്ടിരിക്കാൻ പറ്റൂലെന്ന്, കരയാനും വയ്യ ചിരിക്കാനും പറ്റാത്ത അവസ്ഥയൊന്നും പറ്റൂല. ഷെയ്ൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു. നിങ്ങൾക്കറിയാലോ, RDX എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു തിരിച്ച വരവ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം നമുക്ക്. ആ സമയത്ത് പണ്ട് ഇയാളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞവർക്ക് എല്ലാവർക്കും ഒരു മറുപടി തന്നെ ആയിരുന്നു ആ ഒരു പടം. സത്യത്തിലാണ് ആ ഷെയ്ന് അറിയാലോ, ഈ അടുത്ത സമയത്ത് ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന ഒരു ഇന്റർവ്യൂലൊക്കെ വന്ന് ഉള്ള പണിയെല്ലാം വായിച്ചു കൂട്ടിച്ച് ഉണ്ണിമൂന്നിനെ കളിയാക്കി സംസാരിച്ചതിനാണ്, ഊംഫീനെ കുറിച്ച് സംസാരിച്ചതിനാണ് ഈ പണി മൊത്തം വാങ്ങിക്കൂട്ടിയത്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ ചെയ്തതാണ്. ഓക്കെ, ഇപ്പം പുതിയൊരു പടം വന്നിട്ടുണ്ട്, പുള്ളിയുടെ തമിഴ് മൂവി മദ്രാസിക്കാരൻ എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി വയലൻസും ഒക്കെ ഉണ്ട്, ടീസറിനകത്ത് നല്ല രീതിയുണ്ട്. അപ്പം പുള്ളിയുടെ അടുത്ത് ആങ്കർ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഈ മദ്രാസിക്കാരൻ്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് വന്നതാണ് ഈ വയലൻസ് മൂവീസിനോടൊക്കെ എങ്ങനെ താല്പര്യം. അപ്പോൾ പുള്ളിക്ക് ഇഷ്ടമൊന്നുമല്ല, പുള്ളിയുടെ പടത്തിൽ പുള്ളിക്ക് ഇഷ്ടമാണ്, കാരണം അതിന് കഥയുണ്ട്. ഒരുമാതിരി ആക്കി സംസാരിക്കുന്ന പോലെ പറയത്തില്ലേ, ഇങ്ങനെ ഓരോ വാക്കുകളും ഇയാൾ പറയുന്നത് സൂക്ഷിച്ചും കണ്ടല്ല പറയുന്നത്. ഈ 2025 എനിക്ക് തോന്നുന്നു ഷെയ്ൻ്റെ ഒരു നാശവർഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പടം വന്നപ്പോൾ തൊട്ട് ഇയാൾക്ക് കഷ്ടകാലവും കാര്യങ്ങളും ഒക്കെ തന്നെ. കാരണം ഈ പടത്തിനകത്ത് മൊത്തം വയലൻസും കാര്യങ്ങളും, പുള്ളിക്ക് അത് ഇഷ്ടമല്ല. കഥ ആയിട്ട് പോകുന്ന വയലൻസ് ആണെങ്കിൽ ഓക്കെ, അപ്പോൾ ഈ പറയുന്ന മാർക്ക് എന്താണ്? ഓക്കെ, എന്തായാലും ഇദ്ദേഹത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. ഒന്ന് ആലോചിച്ച് നോക്കി, RDX നല്ലൊരു മൂവി, നല്ലൊരു അഭിനയമൊക്കെ കാഴ്ചവെച്ചാൽ അദ്ദേഹത്തിനെ കൈയടിക്കാത്ത ആൾക്കാരില്ലായിരുന്നു. ഇപ്പം അവരെല്ലാവരും പുള്ളിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഉണ്ണിമുഖത്തിന്റെ വിഷയം വന്നതിന് ശേഷം എല്ലാവരും തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസർമാരുടെ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ കുത്തി ഇപ്പം ഈ പറയുന്ന ഇദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഷെയ്ൻ്റെ ഇപ്പോഴത്തെ വീഡിയോയിലോട്ടൊന്ന് പോവാം. കംപ്ലീറ്റ് ചേഞ്ച് ആയിച്ചു. എനിക്ക് വയലൻസിനെ ഡിപ്പിക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പോസ്റ്റ് മാർക്കോ റിലീസ് എത്രത്തോണ്ട് ബ്ലഡ് സ്ക്രീനിൽ കാണിക്കാം, ഇങ്ങനെ നായകന്മാർ വയലൻസ് കാണിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ രാത്രി 9 to 10 മണി ടി വിയിൽ കുറ്റപത്രം, ക്രൈം ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമുകളിൽ വരുന്നതിന്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എഫക്ട് ഈ സ്ക്രീനിൽ നിങ്ങൾ നായകന്മാർ കാണിക്കുന്ന വയലൻസിന്റെ ഇത് ഉണ്ടാകുന്നൊരു ആരോപണമുണ്ട്. അപ്പോൾ ഇപ്പൊ ഈ ഇതിൽ തന്നെ ടീസറിൽ ഇപ്പോൾ ഒരാളുടെ കഴുത്ത് വെട്ടിയിട്ട് ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യുന്ന ഒരു വിഷ്വൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ വയലൻസിന്റെ ഡെപ്പിക്ഷൻ, അതിലുണ്ടാവുന്ന എഫക്ട്, അതിനെ പറ്റി ഷെയ്ൻ എന്താ വിചാരിക്കുന്നത്? അത്ര ഭയങ്കര വയലൻസ് ഒന്നും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ് പേഴ്സണലി. നമുക്ക് അങ്ങനെ എൻ്റെ ഒരു ഇപ്പൊ ഞാനൊരു പ്രേക്ഷകന്റെ പെർസ്പെക്റ്റീവിൽ പറയാം. എനിക്ക് ഒരുപാട് വയലൻസ് പടങ്ങള്, പ്രേക്ഷകരുടെ കാര്യങ്ങൾ അത് പ്രേക്ഷകർ നോക്കും. ഇപ്പോഴത്തെ ആൾക്കാർക്കെല്ലാം വയലൻസ് നല്ല രീതിയിൽ ഇഷ്ടമാണ്. അത് അറിയാത്തവരാരുമില്ല. പ്രേക്ഷകർക്ക് വയലൻസ് വിട്ടുള്ള കളിയില്ല മക്കളെ. ഇപ്പം നമ്മൾ ഈ മലയാളം പടം കാണെങ്കിലും കൂടുതൽ ഈ കൊറിയൻ, ഈ കോൺചറിങ്, പിന്നെന്താ പറയണ്ടേ, റോങ് ടൈം, ഇങ്ങനെയൊക്കെയുള്ള പടം ഒക്കെ കൂടുതലും കാണുന്നത്. ഇതിനകത്ത് പിന്നെ ഇതെല്ലാം ഉള്ളതാണ് എൻ്റെ പൊന്നു ബ്രോ. അപ്പം അതുകൊണ്ട് മലയാളിയുടെ പൾസ് ബ്രോ പറയേണ്ട ആവശ്യമില്ല. ബ്രോക്ക് എന്ത് തോന്നുന്നുണ്ടോ അത് വെട്ടി തുറന്ന് പറയാൻ ആദ്യം പഠിക്കണം, അല്ലാതെ പ്രേക്ഷകരുടെ ഇത് വെച്ച് പറയാൻ നിൽക്കണ്ട. എന്തായാലും ബാക്കിയും കൂടെ പറ. ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആക്ഷൻ, ഒരു അത്ലറ്റിക് പരമായ ആക്ഷൻ സീക്വൻസുകൾ കണ്ടിരിക്കാൻ, അല്ലെങ്കിൽ എസ്തെറ്റിക് ആയിട്ടുള്ള രീതി ഷൂട്ട് ചെയ്തേക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ കണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിനൊരു ആർട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞൊരു സാധനം വേണം. നമുക്ക് ആ ഒരു ചെറിയൊരു സോഫ്റ്റ് സൈഡ് വേണം എന്ന് തന്നെയാണ് ഇപ്പൊ എന്ത് ആക്ഷൻ കാണിച്ചാലും ഞാനൊരു ഓഡിയൻസ് ആഗ്രഹിക്കുന്ന ഒരു സിനിമ, അതിൽ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ. പിന്നെ ഇപ്പൊ ഇത്തരം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതില് ആ ഒരു സീക്വൻസ് ആയിരിക്കാം ചിലപ്പോൾ മോസ്റ്റ് വയലന്റ്. പക്ഷെ ഈ സിനിമ അങ്ങനെ ഒരു ഭയങ്കരമായ വയലൻസ് പടമല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ ആണ്. അതായത് കഥപരമായിട്ടാണ് ഫൈറ്റ് എഴുതി വെച്ചേക്കുന്നത്. ഇനി നമുക്കൊരു ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫൈറ്റ് അല്ല, കഥപരമായിട്ട് ആ ഫൈറ്റ് അവിടെ വളരെ നിർബന്ധമാണ്. സംഭവിക്കേണ്ട അടുത്ത് മാത്രമേ അടി നടക്കണുള്ളൂ, അല്ലെ അടിക്കേണ്ടവനെന്ന് പറയണം, അടിക്കേണ്ടവനെ അടിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. നമുക്കൊരിക്കലും ഒരു വേറൊരു രീതിയിലല്ല, ഒരു മാസ് രീതിയിലല്ല നമ്മൾ ഇതിൽ ട്രീറ്റ് ചെയ്തേക്കുന്നത്. People accept the violence on what you are fighting for, why you are fighting for. Yeah, cause correct. If it's like really, people will say kill him, no problem. മാർക്കോടെ കാര്യം പറഞ്ഞു പോയപ്പോൾ എവിടെ ചെന്ന് അവസാനിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഈ പറയുന്ന ഷെയ്ൻ എന്താ ഉദ്ദേശിക്കുന്നത്? കഥപരമായിട്ടാണ് ഫൈറ്റും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന അപ്പം മാർക്കോടെ എന്താണ് സത്യത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
മാർക്കോ ഈ പറയുന്ന കൂട്ടൊന്നും അല്ലേ. അപ്പം നിങ്ങൾ ആ പടം കാണാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ, പടം കണ്ടവർക്കറിയാം നല്ല രീതി. കഥയ്ക്ക് അതേ പോലത്തെ ഫൈറ്റ് എടുത്തു വെച്ചിരിക്കുന്നത്. ബ്രോക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് ആദ്യം പടം പോയി ഒന്ന് കാണണം. സത്യം പറഞ്ഞാൽ ഇതാണ് ഷെയ്ന് സത്യം പറഞ്ഞാൽ നെഗറ്റീവ് കയറി വരുന്നത്, ഭയങ്കര നെഗറ്റീവാണ് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പുള്ളിയുടെ പടം കാണാൻ പോലും ആൾക്കാർ കൂട്ടാക്കുന്നില്ല. അതാണ് സത്യത്തിൽ. അതാണ് പുള്ളി പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി അത് പറയുന്നുണ്ടായിരുന്നു. ഈ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ചില വാക്കുകൾ നമ്മളാണ് എല്ലാം ഇതെന്നുള്ള രീതിയിലാണ്. ഈ പടം നിങ്ങളാ പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം എൻ്റെ അഭിപ്രായം ഇപ്പോഴും പറയാം, നിങ്ങൾ ആ പടം കാണണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും പറയുന്നത്. ഷെയ്ൻ്റെ പടമാണെങ്കിൽ പോലും ഓക്കെ, എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ പോകാൻ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പടത്തിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഇട്ടേനെ. അത്യാവശ്യം ആൾക്കാർ കാണുന്നു. ചില ആൾക്കാർക്ക് ഷെയ്ൻ്റെ അഭിനയം ഒരു രക്ഷയില്ലാത്ത അഭിനയവും കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ അഭിനയം അടിപൊളിയാണ്. തരമുണ്ട് പടത്തിനെക്കുറിച്ചുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ പലതരമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയം ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പടത്തിനെ കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ, ചുമ്മാതെ വന്ന് റിവ്യൂ പറയുന്ന ആൾക്കാരല്ല, പടം കണ്ട ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കേട്ടിട്ട് വാ. 2.5 മണിക്കൂർ AC ഉറങ്ങാൻ ഭയങ്കര ഓവറാണ്. ക്രഞ്ച് ഒലിപ്പിച്ചിട്ടൊക്കെയാണെങ്കിൽ അങ്ങ് തള്ളയാണ്. കണ്ടോണ്ടിരിക്കാൻ പറ്റൂലെന്ന്, കരയാനും വയ്യ ചിരിക്കാനും പറ്റാത്ത അവസ്ഥയൊന്നും പറ്റൂല, സഹിച്ചിരിക്കാൻ പറ്റൂല. 2.5 മണിക്കൂർ AC ഉറങ്ങണമെങ്കിൽ ഇതിനെടുത്ത സെറ്റായിരിക്കും. ആസ് എ പെർഫോമർ ഷെയ്ൻ എപ്പോഴും ഭയങ്കര കിടിലൻ വ്യക്തിയാണ്, നല്ലൊരു പെർഫോമറാണ് ശരിക്കും. ഷൈനിൻ്റെ ആയിക്കോട്ടെ പലരിതും ഭയങ്കര ഓവർ ആക്ടിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഭയങ്കരമായിട്ട് ഷൈനിൻ്റെ ഒരു നാച്ചുറൽ സാധനമൊന്നും വന്നിട്ടൊന്നുമില്ല. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കഴിവുള്ളൊരു നടനാണ്. ആക്ടിംഗ് ഒക്കെ ഓക്കെയാണ്. ഡബിങ്ങിൻ്റെ ചെറിയൊരു വിഷയമേ ഉള്ളൂ, അല്ല പടം കുഴപ്പമില്ല. കുഴപ്പമിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. പടത്തിൽ പറയുന്നത് ഏറ്റവും നല്ല പെർഫോമൻസ് കലയരസനാണ്. ഷെയ്നെയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാവുന്നൊരു പടമാണ്, കുഴപ്പമില്ല. കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. മലയാളത്തിലും പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. നമ്മളെ മലയാളം നടൻ തമിഴിൽ ഇപ്പോൾ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സിനിമ ഇല്ല, കണ്ടിരിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ്. ഷെയ്ൻ്റെ ചെറിയൊരു വിഷയമേ ഉള്ളൂ, അല്ല പടം ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു സിനിമ. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് എല്ലാം ഒരു നമുക്ക് മനസ്സിലാവും, പ്രഡിക്റ്റബിൾ ആണ് സംഭവം. ഒരു ആവറേജ് ബ്രോ, അത്രയേ ഉള്ളൂ. ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഞാൻ ഈ പടത്തിന് എബയാണോ ബിലിയാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതി പോകുന്നുണ്ട്. ചില ആൾക്കാർ മോശമായിട്ടും പറയുന്നുണ്ട്, ഇതിനേക്കാളും മോശമായിട്ടും പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനതിവിടെ വെക്കാൻ കൂട്ടാക്കുന്നില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഷെയ്ൻ്റെ പഴയ വീഡിയോസൊക്കെ പുറത്ത് വീണ്ടും വരുന്നുണ്ട്. കാരണം പണ്ട് അവൻ പാട്ട് പാടാൻ പോയ സമയത്ത് അറിയാമല്ലോ, എല്ലാവരും കൂടെ കളിയാക്കിയതും അവിടെ ജഡ്ജായിട്ടിരുന്നവരൊക്കെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ലെവല് തന്നെ ഒന്ന് മാറി വന്നതായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ജസ്റ്റ് അതൊന്ന് വെച്ച് തരാം. തിരുപ്പതി വീടല്ല ഇടയ്ക്കാതെ എനക്കൊരു ഗേൾഫ്രണ്ട് വേണമേടാ, എനിക്കൊരു ഗേൾഫ്രണ്ട് വേണമേടാ. ഈ ജഡ്ജായിട്ടിരിക്കുന്ന ടീമൊക്കെ ഇപ്പൊ വേറെ ലെവലായിട്ടുള്ളവരൊക്കെ തന്നെ തോന്നുന്നു. ഇവരുടെ മ്യൂസിക് ഡയറക്ടറാണ്. ഓക്കെ, എനിക്ക് ഈ ഒരു പാട്ടുണ്ടല്ലോ ശരിക്കും ഇഷ്ടപ്പെട്ടതാണ്. എൻ്റെ പേഴ്സണലി ഷെയ്ൻ നല്ല അടിപൊളിയായിട്ടാണ് ആ പാട്ട് പാടുന്നത്, അടിപൊളിയായിട്ട്. ഇതിനെ കളിയാക്കാൻ മാത്രമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അവിടെ അന്ന് എല്ലാവരും ട്രോളി വിട്ട് ആ പുള്ളിക്കാരൻ പിന്നെ ഒരു തിരിച്ചു വരവ് അറിയാലോ RDX മൂവിയിലൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു പാട്ടുണ്ടായിരുന്നു, ഞാൻ അതൊന്ന് ജസ്റ്റ് വെച്ചാൽ. ഓക്കെ അപ്പം നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഈ ഒരു ഷെയ്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഭയങ്കര മോശമാണ്, ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര. ഇപ്പോൾ പുള്ളി ഏത് പടമാണ് വന്നാലും അതിൻ്റെ താഴെ മാർക്കോടെ കമൻസ് ആണ്, മൊത്തം മാർക്കോ. ഞാൻ എന്തായാലും ആ കമൻസ് ഒന്ന് വായിച്ചത്. കർമ്മ എന്നൊരു സാധനമുണ്ട്, ഇപ്പോൾ മനസ്സിലായില്ലേ? ഇവൻ ശരിക്കും ഒരു അഹങ്കാരി, ഊംഫിയല്ലേ നാഥ, കരഞ്ഞു മെഴുകുകയാണല്ലേ മാർക്കോ. ഇനി ഇവിടെ ഞാൻ മതി. നിന്റെ കാര്യത്തിൽ ദൈവം ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി മാർക്കോ. ഇപ്പോഴാണ് ശരിക്കും ഹൂംഫി. ജീവിതകാലം മുഴുവൻ നീ ഹൂംഫി. അല്ലെങ്കിലും നീ ഇവനൊരു എല്ല് കൂടുതലാണ്, അല്ലെങ്കിൽ ഇവനൊരു എല്ല് കൂടുതലാണ്. എന്തെങ്കിലും കിട്ടിയാൽ കണക്കായിപ്പോൾ, ഇനിയും കിട്ടാൻ പ്രാർത്ഥിക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരാൾ ജീവിച്ചു വരട്ടെ, ആരും നശിച്ചു കാണാൻ വേണ്ടി ആഗ്രഹിക്കരുത്. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. മാർക്കോ UMF പവർ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ ഇനി പബ്ലിക്കായിട്ട് വന്നിട്ട് എത്ര കരഞ്ഞ് വിളിപ്പിക്കാൻ നോക്കിയാലും കാര്യമില്ല. നിൻ്റെ പടവും ഇവിടെ ജനങ്ങൾ വിജയിപ്പിക്കില്ല. വേറൊന്നുമില്ല. നിൻ്റെ കയ്യിലിരിപ്പിൻ്റെ തന്നെ ആടാ. കേട്ടോടാ ഷെയ്ൻ നിഗമേ മോനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ തെറ്റ് പറ്റാത്തവരാരുമില്ല. എന്നാലും ഒന്ന് ക്ഷമിച്ചാൽ അത്രയും നല്ല കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ കാണുന്നവരോട് ഞാനൊരു കാര്യം പറയാം, എല്ലാവർക്കും തെറ്റും ഇതൊക്കെ പറ്റുമൊക്കെ ചെയ്യണം. നമ്മളൊന്നും കൂടെ ഒന്ന് ക്ഷമിച്ച് നോക്ക്. ഇനി ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ബൈ.
ലവ് യു ഓൾ ഗൈസ്, സപ്പോർട്ട് ഗൈസ്, ബൈ.